എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ളോഗിൽ ഡൗൺ ഷിഫ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് കറക്റ്റായിട്ട് ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത്. ഇത് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നല്ല കയറ്റമൊക്കെ ഉള്ള റോഡിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഇവിടുന്ന് വണ്ടി പതിയെ മുന്നോട്ടേക്ക് എടുക്കുകയാണ്. ഇതാ ഇവിടുന്ന് പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. സ്പീഡ് കൂട്ടി ഞാൻ ഇതാ സെക്കൻഡ് ഗിയർ ആക്കി. ഫസ്റ്റ് ഗിയറിലാണ് ആദ്യം വണ്ടി മുന്നോട്ടേക്ക് എടുത്തത്. സ്പീഡ് കൂട്ടി ഞാൻ ഇതാ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ആക്കി. ഒന്നുകൂടെ സ്പീഡ് കൂട്ടി ഞാൻ ഇതാ ഫോർത്ത് ഗിയർ ആക്കി. ഇപ്പോൾ ഫോർത്ത് ഗിയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഒന്നും കൂടെ ഞാൻ സ്പീഡ് കൂട്ടുന്നു. സ്പീഡ് കൂട്ടി ഞാൻ ഇതാ ഫിഫ്ത്ത് ഗിയർ ആക്കി. ഫിഫ്ത്ത് ഗിയറിൽ നമ്മളിങ്ങനെ പോകുന്നു വിചാരിക്കാം. ഇപ്പോൾ ടോപ്പ് ഗിയറിലേക്ക് എത്തിയിട്ടുണ്ട് വണ്ടി. ഡൗൺ ഷിഫ്റ്റിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഇതാ ഫോർത്ത് ഗിയറിൽ ഇങ്ങനെ ടോപ്പ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഒരു കയറ്റം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതാ ഇവിടെ എത്തുന്ന സമയത്ത് ആക്സിലറേറ്റർ ഫുൾ ചവിട്ടിയിട്ടും വലിയൊരു സ്പീഡ് കിട്ടുന്നില്ല. ഞാൻ ഇതാ ഫോർത്ത് ഗിയർ ആക്കി. പെട്ടെന്ന് ഞാൻ ഫോർത്ത് ഗിയർ ആക്കി. ഇനി നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഇപ്പോൾ ഇതാ വണ്ടിയുടെ സ്പീഡ് ഫുൾ ആക്സിലറേറ്റർ ചവിട്ടിയിട്ട് വണ്ടി നീങ്ങുന്നില്ല. തേർഡ് ഗിയർ ആക്കി. വളരെ മെല്ലെ നീങ്ങുന്നുള്ളൂ. ഇതാ ഇപ്പം വളരെ മെല്ലെയാണ് നീങ്ങുന്നത്. ഞാൻ വീണ്ടും ഇതാ സെക്കൻഡ് ഗിയർ ആക്കി. സെക്കൻഡ് ഗിയർ ആക്കിയിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് പോകുന്നു. ഇല്ല, വളരെ പതിയാക്കിയത് കൊണ്ട് വണ്ടി നീങ്ങുന്നില്ല. ഞാൻ വീണ്ടും നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ ആക്കി. ഇതിപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കണ്ടു. ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലാക്കിയിട്ട് പോലും ഈ ഒരു കയറ്റം കയറുന്നില്ല. നല്ല കുത്തനെയുള്ള കയറ്റാണ്. എന്തുകൊണ്ടാണ് കയറാത്തത്? ഞാൻ ആദ്യം തന്നെ അവിടുന്ന് എന്താ ചെയ്തത്, അവിടുന്ന് ഞാൻ ടോപ്പ് ഗിയറിൽ വന്നു. പിന്നീട് ഫോർത്ത് ഗിയർ ആക്കി. പിന്നീട് കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് തേർഡ് ഗിയർ ആക്കി. പിന്നീട് കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് സെക്കൻഡ് ഗിയർ ആക്കി. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് വളരെ എന്താ പറയേണ്ടത്, ഓരോ ഗിയറിലും കുറച്ച് പോയതിന് ശേഷം ചെയ്തുകൊണ്ടാണ് നല്ലോണം സ്ലോ ആയി സെക്കൻഡ് ഗിയറിലും കയറാത്ത ഒരു അവസ്ഥ വന്നു. ഫസ്റ്റ് ഗിയറിൽ കയറ്റേണ്ട ഒരു അവസ്ഥ വന്നു. നിങ്ങൾക്ക് പലതരത്തിൽ ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യാം. നമ്മളിപ്പോൾ നേരത്തെ ടോപ്പ് ഗിയറിൽ വന്നിട്ട് ഇതാ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് ഞാൻ ഈ വളവ് ഇങ്ങനെ തിരിയുന്നത്. നിങ്ങൾ നോക്കുക, ടോപ്പ് ഗിയറിൽ വന്നിട്ട് അങ്ങനെ ചെയ്യുന്നതിന് പകരം ഞാനിപ്പോൾ ഇത് സെക്കൻഡ് ഗിയർ ആക്കുന്നു. സെക്കൻഡ് ഗിയർ ആക്കി. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് താഴെന്ന് വരുമ്പോൾ തന്നെ ഫോർത്ത് ഗിയറിലോ തേർഡ് ഗിയറിലോ ആക്കിയിട്ട് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ നമുക്ക് ആ ഒരു കയറ്റം അങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു ടോർക്ക് അപ്പ് ഉണ്ടാവും. കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപക്ഷെ കുറച്ചൊന്ന് നമുക്ക് പ്രോബ്ലം തോന്നുന്നു, വണ്ടി വലിക്കുന്നില്ല, അല്ലെങ്കിൽ ഫുൾ ആക്സിലറേറ്റ് ചവിട്ടിയിട്ട് വണ്ടി പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സെക്കൻഡ് ഗിയർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ലോണം വലിക്കും, നല്ല രീതിയിൽ പോവും. പക്ഷെ നേരെ മറിച്ച് നമ്മളിങ്ങനെ ഓരോ ഗിയറിലും കുറേ മാക്സിമം ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സെക്കൻഡ് ഗിയർ ആക്കിയാലും വലിക്കാത്ത ഒരവസ്ഥയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡൗൺ ഷിഫ്റ്റിംഗ് ആക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്യുക. കയറ്റം കാണുമ്പോൾ തന്നെ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുക. അതായത് ഇപ്പോൾ ടോപ്പ് ഗിയറിൽ വരുന്ന വണ്ടി ഒന്ന് സ്ലോ ആക്കി, ബ്രേക്ക് ചവിട്ടി സ്ലോ ആക്കി ഒരു തേർഡ് ഗിയർ ഒക്കെ ആക്കി കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ഓരോ വണ്ടിക്കും ഇത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെ വണ്ടിയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വളരെ സ്ലോ ആക്കി എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ വലിക്കാത്ത ഒരവസ്ഥ വന്നു, വീണ്ടും ഫസ്റ്റ് ഗിയർ ആക്കേണ്ടി വന്നു. അപ്പോൾ ബുദ്ധിപൂർവ്വം ചെയ്യുക നിങ്ങൾ കാര്യങ്ങൾ. അപ്പം ചില ആളുകൾ ഇങ്ങനെ വലിപ്പിച്ച് കൊണ്ടു. ഇപ്പോൾ നിങ്ങൾ വേറെ വണ്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇപ്പോൾ ബസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഗിയറിലും മാക്സിമം ടോപ്പ് ഗിയറിൽ പോകാനും ഒക്കെ നോക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഫ്യൂവൽ സേവിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ എന്തിനാണ് അധികം ടോപ്പ് ഗിയറിലൊക്കെ ഓടിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ലോവർ ഗിയറിലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്യൂവൽ എക്സ്പെൻസ് ആവും. ഇപ്പോൾ ഞാൻ ഇത് ഫോർത്ത് ഗിയർ ആക്കി. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ടോപ്പ് ഗിയറിലൊക്കെ ഓടിക്കണം, എന്നാലേ മൈലേജ് കിട്ടും എന്നൊക്കെ പറയുന്നുള്ളത്. പക്ഷേ നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ കയറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ടോപ്പ് ഗിയറിൽ തന്നെ വലിച്ച് കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടുന്ന് ടോപ്പ് ഗിയർ മാറ്റിയിട്ട് ഒരു തേർഡ് ഗിയറൊക്കെ ആക്കുക. തേർഡ് ഗിയറൊക്കെ ആക്കിയിട്ട് പോവുക. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ അങ്ങനെ ലാഭിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയറ്റത്തിൽ നിർത്തി ഫസ്റ്റ് ഗിയറിലൊക്കെ എടുക്കേണ്ടി വരും. അപ്പോഴായിരിക്കും കൂടുതൽ ഫ്യൂവൽ പോവുക. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഫോർത്ത് ഗിയറിലാണുള്ളത്. ഒന്നുകൂടെ സ്പീഡ് കൂട്ടി ഞാൻ ഇത് ഫിഫ്ത്ത് ഗിയർ ആക്കി. വീണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല റോഡാണ്. ഫിഫ്ത്ത് ഗിയറിൽ വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ടോപ്പ് ഗിയറിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രീതിയിൽ ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല രീതിയിൽ ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ടോപ്പ് ഗിയർ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഭയങ്കര വേഗതയിൽ പോകണമെന്നില്ല നിർബന്ധമൊന്നുമില്ല. ഒരു മിനിമം സ്പീഡ് എടുത്തിട്ട് പോകാം. ഒരു 50-60. ഇപ്പോൾ ഞാനൊക്കെ ഒരു 50-ലാണ് പോകുന്നുള്ളത്. കൂളായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓരോ വണ്ടിക്കും അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഡൗൺ ഷിഫ്റ്റിംഗ് കറക്റ്റായിട്ട് ചെയ്യുക. ഇപ്പം ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഫുൾ ആക്സിലറേറ്റർ ചവിട്ടിയിട്ടും വണ്ടി നീങ്ങാത്തൊരവസ്ഥയൊക്കെ വരും ചില സമയത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഗിയറിൽ ഈ വണ്ടി ഈ കയറ്റം കയറൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ മാറ്റണം. അതിലും നല്ലത്, അങ്ങനെ ആയി മാറ്റുന്നതിലും നല്ലത് നമ്മൾ കയറ്റമൊക്കെ മനസ്സിലാക്കി
പിന്നെ ഗിയർ ഡൗൺ ചെയ്യുന്നതാണ്. അതാണ് കുറച്ചും കൂടെ ബെറ്റർ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ വരും. അതായത് ലാസ്റ്റ് ടൈം, അതായത് നമ്മൾ ഫുൾ ആക്സിലേറ്റർ ചവിട്ടിയിട്ട് വണ്ടി നീങ്ങുന്നില്ല, അപ്പോഴാണ് മാറ്റുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഗിയറിൽ പറ്റില്ല, തൊട്ട് താഴെയുള്ള ഗിയറിൽ പറ്റില്ല, അതിന് താഴെയുള്ള ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് 5th നിന്ന് ഡയറക്റ്റ് 3rd ഒക്കെ ആക്കേണ്ടി വരും. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.